ഹലോ, നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് അതിന് മുമ്പ് കുറേ നാൾക്ക് ശേഷമാണ് ഗൈസ് ഇങ്ങനൊരു ഇൻട്രോ ഞാൻ എടുക്കുന്നത്. എൻ്റെ ഹെയർ കട്ട് ചെയ്ത സമയത്ത് ഹെയർ കട്ട് റിയാക്ഷൻ വ്ളോഗ് എന്ന് പറഞ്ഞിട്ട് എടുത്ത വീഡിയോ ആയിരുന്നു ലാസ്റ്റ് ഞാൻ വ്ളോഗായിട്ട് ഇട്ടത്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുത്തിൻ്റെ, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള എൻ്റെ മുത്തിൻ്റെ സേവ് ദ ഡേറ്റ് വ്ളോഗാണ്. മുത്തിന്റെ എൻഗേജ്മെന്റ് നടന്നത് ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് ദിവസത്തിനുള്ളിലായിരുന്നു. ആ സമയത്ത് ഞാൻ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ലായിരുന്നു. ഞാൻ എപ്പോഴും എടുക്കുന്ന പോലെ എനിക്ക് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വീഡിയോസ് മാത്രമേ എടുത്തു വെച്ചിട്ടുള്ളൂ. അപ്പോഴേ ഞാൻ വിചാരിച്ചാണ് അവിടെ കല്യാണം വരുമ്പോഴത്തേക്കും എല്ലാം വ്ളോഗും ഷോർട്സ് ഒക്കെ ആയിട്ട് ഇടണം എന്നുള്ളത്. അപ്പൊ അതുപോലെ തന്നെ ഞാൻ എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ കുറച്ച് വീഡിയോസ് ആയിട്ട് എടുത്തിട്ടുണ്ട്. ഞാൻ എപ്പോഴും കല്യാണ സമയമായപ്പോഴത്തേക്ക് അവളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു എല്ലാത്തിനും. അപ്പം അതിൻ്റെ ആ ഒരു പരിമിതികൾക്കുള്ളിൽ നിന്നും ഞാൻ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇഷ്ടമാകോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും നിങ്ങൾ മസ്റ്റായിട്ട് ഫുള്ളായിട്ടും നമ്മുടെ വീഡിയോ കാണണം. അതിൻ്റെ ഒരു റിക്വസ്റ്റ് ആണ്. വീഡിയോ എടുത്തിട്ട് ഇപ്പോൾ 1 മാസം കഴിഞ്ഞു. മുത്തിപ്പം നാട്ടിലില്ല. മുത്ത് ഇപ്പം ചേട്ടൻ്റെ കൂടെ അബുദാബിക്ക് പോയിട്ടിപ്പം ഒരാഴ്ച ആകുന്നു. അപ്പം അതൊക്കെയാണ് വിശേഷം. അപ്പം എന്തായാലും തലേന്നത്തെ വീഡിയോയും കല്യാണ വീഡിയോയും അതിന്റെ പുറകിൽ ഞാൻ വ്ളോഗായിട്ട് തന്നെ അപ്ലോഡ് ചെയ്യും. അല്ലാതെ നമ്മുടെ മെഹന്തി ഡേയും അതിന് മുമ്പുള്ള കല്യാണത്തിന്റെ കുറച്ച് പർച്ചേസിങ്ങും എല്ലാം ഞാൻ ഷോർട്സ് ആയിട്ടിട്ടുണ്ട്. കാണാത്തവർ എന്തായാലും മസ്റ്റ് ആയിട്ട് വാച്ച് ചെയ്യണം. അപ്പൊ ഏതായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഗൈസ്, അപ്പം നിങ്ങൾ ഇൻട്രോ കണ്ടല്ലോ. അപ്പം നമ്മുടെ സേവ് ദ ഡേറ്റ് ഷൂട്ടിന് പോകുന്ന വഴിയാണ്. രാവിലെ വെളുപ്പിന് 5 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ മുത്തിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാനും കാശും കൂടെ ഒരു വണ്ടിയിൽ, പപ്പയും അവളും കൂടെ ഒരു വണ്ടിയിലായിരുന്നു. ഇത് കാശി വണ്ടി ഓടിക്കുന്നുണ്ട്. വെളുപ്പിനെ ആയതുകൊണ്ടാണ് ഗൈസ് നിങ്ങൾക്കൊന്നും കാണാത്തത്. അതിൻ്റെ ഇടയ്ക്ക് അവൻ എന്നെ എന്തൊക്കെയോ ട്രോളെന്നൊക്കെ ഉണ്ട്. അങ്ങനെ നേരെ നമ്മൾ നമ്മുടെ നാരാത്രയിൽ എത്തിയിട്ടുണ്ട്. കാരണം ഇവിടെയാണ് നമ്മുടെ ചേട്ടൻ നമ്മളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചേട്ടനും ചേട്ടൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ട്, വിഷ്ണുവിൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ഉണ്ട്. പിന്നെ ഞാനും മുത്തുമായിട്ടാണ് പോകുന്നത്. നമ്മുടെ ഫോട്ടോഗ്രാഫർമാരെല്ലാം നേരെ നമ്മുടെ ആലപ്പുഴ നമ്മുടെ ഫോട്ടോ എടുക്കുന്ന ഡെസ്റ്റിനേഷനിലോട്ട് എത്താമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം നമ്മൾ നേരെ ഇനി ആലപ്പുഴയ്ക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ചേട്ടൻ്റെ ഫ്രണ്ടും ഫ്രണ്ടിൽ തന്നെ ഇരിപ്പുണ്ട്. മുത്ത് എൻ്റെ അടുത്ത് ഇരിപ്പുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ ആലപ്പുഴ നമ്മുടെ ഫോട്ടോ എടുക്കുന്ന ഡെസ്റ്റിനേഷനിലോട്ട് എത്തിയിട്ടുണ്ട്. ഈ ഫ്രണ്ടിൽ പോകുന്ന വൈറ്റ് ടീഷർട്ട് ഇട്ട ആളാണ് നമ്മുടെ മുത്തിൻ്റെ ചേട്ടൻ, അതായത് വിഷ്ണുവേട്ടൻ, മുത്തിൻ്റെ ഫിയാൻസി അല്ല ഗൈസ്, ഹസ്ബൻഡ്. കല്യാണം കഴിഞ്ഞെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം നമ്മുടെ ഇത് പ്രോപ്പർ ആലപ്പുഴ ബീച്ചല്ല, അതിന് ഇപ്പുറം ഉള്ളൊരു ബീച്ച് ഏരിയ ആണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഗൈസ് ഇവിടുത്തെ ആ ഒരു ആംബിയൻസും രാവിലത്തെ ആ ഒരു അടിപൊളി കാഴ്ചകളൊക്കെ. നമ്മുടെ ഫോട്ടോഗ്രാഫർ ചേട്ടന്മാരുടെ കഷ്ടപ്പാടുകൾ നിങ്ങൾ കാണാതെ പോകരുത്. ഫോട്ടോഗ്രാഫേഴ്സ് നമ്മുടെ പിക്ചർ സ്റ്റോറി എന്ന് പറയുന്ന വെഡ്ഡിങ് കമ്പനിയിൽ നിന്നായിരുന്നു. അവരായിരുന്നു വെഡ്ഡിങ് ഫുള്ള് നമ്മുടെ എടുത്തിട്ടുണ്ടായിരുന്നത്. ഈ സേവ് ദ ഡേറ്റ് ഷൂട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് നല്ല ഒട്ടുമിക്ക എല്ലാവർക്കും ഈ ഒരു സേവ് ദ ഡേറ്റിൻ്റെ ഈ ഷൂട്ട് ഈ ഒരു ഡ്രസ്സിലുള്ളത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ അങ്ങനെ ഓരോരോ പോസുകൾ ഇട്ട് അവർ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇങ്ങനെ നോക്കി നിൽക്കുക എന്ന് പറയുന്നത് ഭയങ്കര പോസ്റ്റ് അടിപ്പിക്കുന്നൊരു കാര്യമാണ്. എന്നാലും കണ്ടു നിൽക്കാൻ നല്ല രസമാണ് ഗൈസ്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കണ്ടു നിൽക്കുന്നുണ്ട്. നമ്മുടെ വിഷ്ണുവേട്ടൻ്റെ ഫ്രണ്ടും ഇവിടെ പോസ്റ്റ് അടിച്ച് എവിടെയോ പാറക്കെട്ടിന് മുകളിലൊക്കെ പോയി ഇരിക്കുന്നുണ്ടായിരുന്നു പാവം ചേട്ടൻ. ഞാൻ പിന്നെ ഇതൊക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ നിൽക്കുമായിരുന്നു ഗൈസ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എൻ്റെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്, എൻ്റെ വീഡിയോസ് കാര്യങ്ങളെല്ലാം എടുക്കുന്നുണ്ട്. പക്ഷേ ഭയങ്കര പോസിറ്റീവായിരുന്നു ഗൈസ്. പിന്നെ അവസാനം ഇന്ന് പോസ്റ്റ് അടിച്ച് ഞാൻ കുറച്ച് നേരം തിര എണ്ണി നിൽക്കാമെന്ന് വിചാരിച്ചു. ബീച്ച് എന്നും എനിക്കൊരു വികാരമാണ് ഗൈസ്. അതുകൊണ്ട് എത്ര നേരം നോക്കി നിന്നാലും മടുക്കത്തില്ല. അപ്പോൾ ഇങ്ങനെ തിര എണ്ണി ഇങ്ങനെ നിന്നു. ഞാനിങ്ങനെ ഇവിടെ തിരുമാലകളൊക്കെ എണ്ണുന്നുണ്ടെങ്കിൽ അവരിവിടെ തകൃതിയായി ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഫോട്ടോഗ്രാഫർ ചേട്ടന്മാർ ഓരോരോ പോസുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിനനുസരിച്ച് അവർ ആക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അവരങ്ങ് ജീവിക്കുകയാണെന്ന് വേണം പറയാം. ആദ്യമൊക്കെ രണ്ടുപേർക്കും ഭയങ്കര ടെൻഷനായിരുന്നു. പിന്നെ അത് ഓക്കെ ആയി ഗൈസ്. ആ ഫസ്റ്റ് എടുക്കുന്നതിൻ്റെ ഒരു ഇതായിരിക്കും. അവിടുത്തെ ഫോട്ടോഷൂട്ട് എല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ പ്രോപ്പർ ആലപ്പുഴ ബീച്ചിലോട്ടാണ്. അവിടാണ് ഈ ഡ്രസ്സ് ഇട്ടതിനുള്ള അടുത്ത ഷൂട്ട് അവിടെ വെച്ചാണ്. അവിടെ ചെല്ലുമ്പോൾ നല്ല ഫോട്ടോസൊക്കെ കിട്ടും എന്ന് കരുതിയാണ് നമ്മൾ പോയത്. പക്ഷേ അപ്പോഴത്തേക്കൊന്നും വെയിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ ഫോട്ടോസൊന്നും നല്ല ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടില്ലായിരുന്നു ഗൈസ്. ഇതുവഴി നടക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം പൊതഞ്ഞ് പോകുന്നുണ്ടായിരുന്നു ഗൈസ്. മണ്ണിങ്ങനെ പൊതഞ്ഞ് പോകുന്നുണ്ടായിരുന്നു. കാരണം തലേന്ന് എന്തോ മഴ പെയ്തിട്ടുണ്ടായിരുന്നു. രാവിലെ ഇവിടെ വന്നപ്പോൾ നല്ല ആൾക്കാരുണ്ടായിരുന്നു ഗൈസ്. ഇവിടെ ഫുട്ബോൾ, ക്രിക്കറ്റ്, പിന്നെ ജോഗിങ്ങിന് വരുന്ന ആൾക്കാരും എല്ലാം ഇവിടെ ഉണ്ടായിരുന്നു. വൈകിട്ടത്തെ അത്രയും തിരക്കില്ലെങ്കിലും രാവിലെ പൊതുവെ നല്ല തിരക്കുണ്ടായിരുന്നു ഗൈസ് ഞങ്ങളിവിടെ വന്ന സമയത്ത്.
അങ്ങനെ ഇവിടെ എത്തി നമ്മുടെ ഷൂട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആദ്യമൊക്കെ ഞാൻ എൻ്റെ ഫോണിൽ തന്നെ ആയിരുന്നു ഗൈസ് വീഡിയോ എടുത്തത്. ഇപ്പം എന്തേ നമ്മുടെ മുത്തിൻ്റെ ഫോണിലാണ് വീഡിയോ എടുക്കുന്നത്. ഇപ്പോഴാണ് അവരുടെ ഫോൺ എൻ്റെ കയ്യിലോട്ട് കിട്ടിയത്. അപ്പം മുത്തിൻ്റെ ഫോണിലെടുത്തപ്പോഴത്തേക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നല്ലേ. എൻ്റെ ഫോണിലേക്കാളും നല്ല ക്ലാരിറ്റി ഉണ്ട്. അപ്പോൾ അതേ ഇങ്ങനെ ഷൂട്ടിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അവരിങ്ങനെ തെര പര ഓടുക നടക്കുക ഇതായിരുന്നു പരിപാടി. ഫുള്ള് നനഞ്ഞ് ഷൂസും എല്ലാം നനഞ്ഞാണ് ഗൈസ് തിരിച്ച് കയറിയത്. ഈ ഡ്രസ്സിൻ്റെ കൂടെ കണ്ടോ ഇങ്ങനെ ഇങ്ങനെ അടിച്ച് കയറുമായിരുന്നു. മറ്റേ സ്ഥലത്തെ പോലെ അല്ല, ഇവിടെ പൊതുവെ കുറച്ചുകൂടെ തിര കൂടുതലുള്ള സ്ഥലമാണ്. അതുകൊണ്ട് അവർ ഫുൾ നനഞ്ഞാണ് കയറിയത് ഗൈസ്. ഞാൻ പിന്നെ ഇവിടെ എൻ്റെ വീഡിയോസ് സെൽഫായിട്ടൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നു ഗൈസ്. അല്ലെങ്കിൽ ഞാൻ കുറച്ച് സുന്ദരിയായതുകൊണ്ട് ഞാൻ എൻ്റെ കുറച്ച് വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട് ഗൈസ്. നടു റോഡിൽ നിന്നുള്ള എന്താ വീഡിയോ എടുക്കലാണ്, നിങ്ങളൊന്നും വിചാരിക്കരുത്. വെള്ളം ഉണ്ടായിരുന്നു. നെക്സ്റ്റ് കോസ്റ്റ്യൂം അങ്ങനെ നമ്മുടെ ട്രഡീഷണൽ ഫോട്ടോഷൂട്ട് ഇതേ ആരംഭിച്ചിരിക്കുകയാണ് ഗൈസ്. ഇതാണ് നമ്മുടെ ട്രഡീഷണൽ ഡ്രസ്സ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഗൈസ്. ഫസ്റ്റ് തയ്ച്ചു വന്നപ്പോഴത്തേക്കും ഇത്രയും ഭംഗി ഉണ്ടായിരിക്കുന്ന ഒരിക്കലും വിചാരിച്ചില്ല. പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നു. രണ്ടുപേരുടെ ആ ഒരു കോംബോ നന്നായിട്ട് ആ ഒരു ഡ്രസ്സിൻ്റെ കോംബോ ആയിട്ട് വർക്കായി ഗൈസ്. എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ഡ്രസ് കോംബോ അടിപൊളിയാണെന്ന്. ഫോട്ടോസും അതുപോലെ കിഡിലായിരുന്നു. നമ്മൾ വിചാരിച്ച് വെയിലൊക്കെ ആയതുകൊണ്ട് നല്ല ഫോട്ടോസൊന്നും കിട്ടത്തില്ലെന്ന്. ഇത് ആലപ്പുഴ തന്നെയുള്ള വേറൊരു സ്ഥലമാണ്. ഇവിടെയൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ആലപ്പുഴയിൽ ഇത്രയും നല്ല സ്ഥലം ഉണ്ടോയെന്ന് ഇപ്പോഴാണ് ഗൈസ് എനിക്ക് മനസ്സിലായത്. അടിപൊളി ഫോട്ടോസായിരുന്നു ഇതെല്ലാം. ഗൈസ് നമ്മളിപ്പോൾ ആലപ്പുഴയിലാണുള്ളത്. ആലപ്പുഴയിൽ ഇത്ര സ്ഥലങ്ങളൊക്കെ ആണെന്ന് ഞാൻ ഇപ്പോഴാണ് ഗൈസ് അറിയുന്നത്. ഇവർ ഫോട്ടോ എടുക്കാൻ വന്നപ്പോൾ നമ്മൾ സേവ് ദ ഡേറ്റിന് കല്യാണത്തിനൊക്കെ ഫോട്ടോ എടുക്കാൻ മുമ്പ് കൂടെ പോടാ ഗൈസ്. അടിപൊളിയാ പോസ്റ്റായ. അവർ ഫോട്ടോ എടുക്കുന്നു, നമ്മളിവിടെ നോക്കിയിരിക്കുന്നു. അവർ ഫോട്ടോ എടുക്കുന്നു, നമ്മളിവിടെ നോക്കിയിരിക്കുന്നു. കുഴപ്പമില്ല, കണ്ടു നിൽക്കാൻ രസമാണ്. എന്തായാലും നമുക്ക് ബാക്കി കാണാം ഗൈസ്. ഞാൻ ഫസ്റ്റ് ഇൻട്രോ ഒന്നും എടുത്തിട്ടില്ല. ഇൻട്രോക്ക് ഞാൻ പിന്നെ കൊടുക്കാം. ഈ വീഡിയോസൊന്നും അവൾ കാണുന്നില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമുക്ക് ഫോൺ ഇവിടെ കൊടുക്കുമ്പോൾ അവൾ കണ്ടോളൂ ഗൈസ്. അപ്പം നമുക്ക് ബാക്കി കാണാം. ബാക്കി എന്തൊക്കെയാണെന്ന് ഗൈസ് നിങ്ങൾ കാണുന്നുണ്ടോ ഗൈസ്? ഓരോരോ പോസുകൾ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. കൊള്ളാമല്ലേ? ഇത് ട്രഡീഷണലാണ്. ഇതിനു മുമ്പ് നടന്നതാണ് നമ്മുടെ മെയിനായിട്ടുള്ള ഷൂട്ട്. എനിക്ക് കൂടുതലും അതാണ് ഇഷ്ടപ്പെട്ടത് ഗൈസ്. ഇതിനെക്കാട്ടിലും ഇത് കൊള്ളാം. പക്ഷെ വെയിലായിപ്പോയത് കൊണ്ട് ചിലപ്പോൾ ഫോട്ടോസൊക്കെ കുറച്ച് മറ്റേതിനെക്കാട്ടിലും കുറച്ച് ഇതായിരിക്കും. നമ്മുടെ ഷൂട്ട് ഏകദേശം അവസാനിക്കാറായി ഗൈസ്. അവസാനിക്കാറായപ്പോഴത്തേക്ക് ഞാൻ തളർന്ന് ഒരു പരുവായിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം ഞാൻ നിന്ന് കണ്ടതിന് ശേഷം ഞാൻ നേരെ പോയി റെസ്റ്റ് എടുത്ത് ഗൈസ്. കാരണം രാവിലെ നമ്മൾ ഇറങ്ങിയതല്ലേ, വെളുപ്പിനെ ഇറങ്ങിയതാണ്. ഇങ്ങനെ ഷൂട്ടിന് ഇങ്ങനെ നോക്കി നിൽക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ടാസ്ക് ഏറിയ പണിയാണ് ഗൈസ്. കുറച്ച് നേരം അവരുടെ ഫോട്ടോ ഷൂട്ടും ഒക്കെ കണ്ട് നിന്നിട്ട് ഞാൻ നേരെ പോയി കുറച്ച് നേരം അവിടെ ഇരിക്കാനുള്ള സ്ഥലം ഉണ്ടായിരുന്നു, അവിടെ പോയി ഇരുന്നു. പിന്നെ അവർ ഫോട്ടോഷൂട്ടൊക്കെ ഇങ്ങനെ നടത്തുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പുറകിന് പോയില്ല ഗൈസ്. അവർ സ്വസ്ഥമായി സമാധാനമായി ഷൂട്ട് എടുക്കട്ടെ എന്ന് വിചാരിച്ച് ഞാൻ മാറിയിരുന്നു. അപ്പൊ ഗൈസ് എല്ലാരും വീഡിയോ എല്ലാം കണ്ടല്ലോ. ഞാൻ പറഞ്ഞല്ലോ കുറച്ച് വീഡിയോസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഫസ്റ്റ് എന്റെ വീഡിയോ ഫോണിലാണ് എടുത്ത് തുടങ്ങിയത്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് മുത്തിന്റെ ഫോണിൽ എടുത്തു. അങ്ങനെ ഞാൻ വോയിസ് ഓവർ കൊടുത്തും അല്ലാതെ നമ്മുടെ ഓൺ വോയിസ് ഒക്കെ കൂടി കലർത്തിയ കുറെ വീഡിയോസ് ആണ്. പെട്ടെന്ന് എഡിറ്റ് ചെയ്ത ഒരു സാധനമാണ്. അതുകൊണ്ട് എല്ലാവരും എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കണം. വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ബാക്കി വീഡിയോസ്, അതായത് കല്യാണത്തലേന്നും പുടവ എടുക്കൽ ചടങ്ങും കല്യാണത്തിന് അന്നത്തെ വീഡിയോസ് ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും ഉടനെ തന്നെ വരുന്നതായിരിക്കും. അപ്പം ഏതായാലും എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം ഇന്നത്തെ ഇത്രേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ.